ഇഡി വിഷയം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് മുൻ മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PM മുഹമ്മദ് റിയാസ് MLA. ഇഡിയെ BJP എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. തല പോയാലും പാർട്ടി വിട്ടുപോകില്ല. ഫൈറ്റ് ചെയ്യും. ഉയർന്ന രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ടാണ് വീണയെ ആക്രമിക്കുന്നത്. വീണയുടെ ലേക്കർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് തന്റെ നോമിനേഷൻ പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. തന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ വേട്ടയാടുകയാണ്. ഇത്തരം റെയ്ഡുകളിലൂടെ ജനത്തിന്റെ മുൻപിൽ സംശയനിഴലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഇന്നലെ എതിർത്ത പോലെ ഇന്ന് എതിർക്കുന്ന പോലെ നാളെ എതിർക്കും. അത് തല പോയാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അതിനെ എന്തെങ്കിലും കാണിച്ച് ആരെയും പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. എന്തായാലും രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം വിഷയങ്ങളെ കാണും എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാനാണ്. നോമിനേഷൻ പേപ്പറിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാവുന്ന ആളുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല BTech ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ?